ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 3 ഇൻസ്ട്രുമെൻ്റൽ മെത്തേഡ്സിനകത്ത് ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ്, അതായത് ടി ജി എ നമ്മൾ കഴിഞ്ഞ ദിവസം ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി അടുത്തത് ഡി ടി എ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ്. ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസ് ഇതെപ്പോഴും നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. ടി ജെയും ഡി ടിയും എസ് എ പാർട്ടിനകത്ത് എപ്പോഴും മിക്കപ്പോഴും കാണുന്ന ക്വസ്റ്റ്യനാണ് ടി ജി ആൻഡ് ഡി ടി എ. അപ്പോൾ ഡി ടി എ എന്ന് പറയുന്നത് നമ്മൾ ടി ജി എന്ന് പറഞ്ഞാൽ മാസും ടെമ്പറേച്ചറും വെച്ചുള്ള ഗ്രാഫിനകത്ത് നിന്ന് ഒരു സബ്സ്റ്റൻസിൻ്റെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കുന്നതാണ് ടി ജി എ. അതേസമയം ഡി ടി എ ആണ് എങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ് അനുസരിച്ചിട്ട് ഒരു സബ്സ്റ്റൻസിന് വേപ്പറൈസേഷനാണോ, അബ്സോർപ്ഷനാണോ, ഡീസോർപ്ഷനാണോ, അതോ ഡീകമ്പോസിഷനാണോ, ഓക്സിഡേഷനാണോ, പോളിമറൈസേഷനാണോ എന്നൊക്കെ സംഭവിക്കുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസ് അനുസരിച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ആ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത് ദ ഡിഫറൻസ് ഓഫ് സാമ്പിൾ ആൻഡ് റെഫറൻസ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു സബ്സ്റ്റൻസിൻ്റെയും നമ്മൾ കൊടുക്കുന്ന സാമ്പിളിൻ്റെ, നമുക്ക് ഏത് സാമ്പിളിൻ്റെ ആണോ സബ്സ്റ്റൻസിനെ ആണോ കണ്ടുപിടിക്കേണ്ടത് ആ സാമ്പിളിൻ്റെ തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കുന്നത്. അതായത് ഡെൽറ്റ ടി ആണ് അതിൻ്റെ അകത്തെ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ഡെൽറ്റ ടി ഈസ് ഇക്വൽ ടു ടി ആർ മൈനസ് ടി എസ്. ടി ആർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് റെഫറൻസ് ആൻഡ് ടി എസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഓഫ് സാമ്പിൾ. ഇനി ഈ തെർമോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് തെർമോഗ്രാമായിട്ട് കിട്ടുന്നത് ഗ്രാഫ് എന്ന് പറയുന്നത് രണ്ടും ടെമ്പറേച്ചർ ആയിരിക്കും വരുന്നത്. ഇതിൻ്റെ എക്സ് ആക്സിസിൽ വരുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും റെഫറൻസ് ടെമ്പറേച്ചർ ആയിരിക്കും. വൈ ആക്സിസ് എന്ന് പറയുന്നത് ആ റെഫറൻസ് ടെമ്പറേച്ചറും സാമ്പിൾ ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡെൽറ്റ ടി ആയിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ സാമ്പിൾ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മുകളിലോട്ടുള്ള പീക്കാണ് ഗ്രാഫായിട്ട് കിട്ടുന്നതെങ്കിൽ അതിനെ അപ്വേർഡ് പീക്ക് എന്ന് പറയും. ആ അപ്വേർഡ് പീക്കാണ് എങ്കിൽ അത് എക്സോതെർമിക് റിയാക്ഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ പുറത്തോട്ട് വിടുന്ന റിയാക്ഷനാണ് എക്സോതെർമിക് റിയാക്ഷൻ. അതേസമയം നമുക്ക് ഡൗൺവേർഡ് പീക്കാണ് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയും. എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എൻഡോതെർമിക് ആൻഡ് എക്സോതെർമിക്. എൻഡോതെർമിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചർ അകത്തോട്ടുള്ള ആ പ്രോസസ്സ് നടക്കുമ്പോൾ അകത്തോട്ട് തന്നെ ടെമ്പറേച്ചർ പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻഡോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ എൻഡോതെർമിക് റിയാക്ഷനകത്ത് വരുന്നതാണ് ഏതൊക്കെ, വേപ്പറൈസേഷൻ, സബ്ലിമേഷൻ, അബ്സോർപ്ഷൻ, ഡീസോർപ്ഷൻ, ഡീഹൈഡ്രേഷൻ, ഡീകമ്പോസിഷൻ. അതേസമയം എക്സോതെർമിക് റിയാക്ഷനാണ് എങ്കിൽ അഡ്സോർപ്ഷൻ വരുന്നുണ്ട്, ക്രിസ്റ്റലൈസേഷൻ വരുന്നുണ്ട്, ഓക്സിഡേഷൻ വരുന്നുണ്ട്, പോളിമറൈസേഷൻ വരുന്നുണ്ട്. ഇതെല്ലാം അബ്സോർപ്ഷനും അഡ്സോർപ്ഷനും മാറിപ്പോകരുത്. ഇത്രയാണ് എക്സോതെർമിക് റിയാക്ഷനും എൻഡോതെർമിക് റിയാക്ഷനും. അപ്പോൾ ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസിൻ്റെ അകത്തെ തെർമോഗ്രാം എന്നുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. നെക്സ്റ്റ് നമ്മുടെ ഡി ടി എയുടെ ഇതുപോലെ തന്നെ നമ്മൾ ടി ജിയുടെ ഇത് പഠിച്ചതാണ്, ഇൻസ്ട്രുമെൻറ്റേഷൻ പഠിച്ചതാണ്. ടി ജിയുടെ ഇൻസ്ട്രുമെൻറ്റേഷനകത്ത് നമുക്ക് ഇവിടെ തെർമോ ബാലൻസും തെർമോമീറ്ററും ആയിരുന്നുണ്ടായിരുന്നത്. അതേസമയം ഡി ടി എയുടെ അകത്ത് വരുമ്പോൾ തെർമോമീറ്റർ 1ഉം തെർമോമീറ്റർ 2 രണ്ട് ടെമ്പറേച്ചർ അളക്കാനായിട്ടുള്ള മെഷർമെൻറ്റ് വെച്ചിരിക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ അകത്ത് നേരത്തെ പോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ സാമ്പിളിനെ ഫർണസിൽ വെച്ചിരിക്കുന്നു. ടി ജി ഐക്കകത്താണെങ്കിൽ സാമ്പിളിനെയാണ് ഫർണസിൽ വെച്ചിരിക്കുന്നത്. അതേസമയം ഡി ടി ഐക്കകത്താണെങ്കിൽ നമുക്ക് ഒരു റെഫറൻസും വേണം. റെഫറൻസ് നമ്മൾ അലുമിനിയം ഒക്കെ ആയിരിക്കും, അതായത് ഇനേർട്ടായിട്ടുള്ള മെറ്റീരിയലിനെ ആയിരിക്കും നമ്മൾ എന്താക്കി വെച്ചിരിക്കുന്നത്, റെഫറൻസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ആ റെഫറൻസ് എന്ന് പറയുന്നത് അലുമിന, സിലിക്ക അങ്ങനെയുള്ള മെറ്റീരിയലായിരിക്കും. നമ്മൾ അലുമിന, സിലിക്ക അങ്ങനെയുള്ള മെറ്റീരിയലുകളാണ് നമ്മൾ ഏതാക്കി വെച്ചിരിക്കുന്നത്, റെഫറൻസ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫർണസിനകത്ത് നമ്മൾ പ്ലേസ് ചെയ്യുന്നു, സാമ്പിളിനെയും പ്ലേസ് ചെയ്യുന്നുണ്ട്, റെഫറൻസിനെയും പ്ലേസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പഴയതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ കൺട്രോൾ കൊടുക്കുന്നു. എൻവയോൺമെൻറ്റൽ കൺട്രോൾ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താ, അതായത്
ആ ഫർണസിനകത്ത് ഇനേർട്ട് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻവയോൺമെൻറ്റൽ കൺട്രോളിൻ്റെ ഉദ്ദേശം. ആ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഓക്സിജൻ നമുക്ക് അവിടെ കിട്ടണം, വേറെ റിയാക്ഷൻസ് ഒന്നും നടക്കാനും പാടില്ല. നമ്മൾ എക്സ്റ്റേണൽ പവർ സോഴ്സ് ആയിട്ട് കൊടുക്കുന്നു. അതായത് എക്സ്റ്റേണൽ പവർ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫർണസിനെ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. ഫർണസിനെ ചൂടാക്കുന്നു, അത് കണക്ട് ചെയ്തുകൊണ്ട് തെർമോമീറ്റർ 1, തെർമോമീറ്റർ 2 ഇത്രയും കണക്ട് ചെയ്തിരിക്കുന്നു. അതിനകത്ത് നമുക്ക് റെഫറൻസിൻ്റെ ടെമ്പറേച്ചറും കിട്ടും, സാമ്പിളിൻ്റെ ടെമ്പറേച്ചറും കിട്ടും. അപ്പം റെഫറൻസിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മൾ എക്സ് ആക്സിസിൽ പ്ലോട്ട് ഇത് കൊടുത്തു, അതുപോലെ തന്നെ വൈ ആക്സിസിൽ ഡെൽറ്റ ടി, അതായത് ടെമ്പറേച്ചർ ഏതാ വരുന്നത്, റെഫറൻസിൻ്റെ മൈനസ് സാമ്പിളിൻ്റെ ടെമ്പറേച്ചർ. ഇതനുസരിച്ചിട്ട് ഇതിനെ നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് റെക്കോർഡായിട്ട് ഗ്രാഫായിട്ടാണ് കിട്ടുന്നത്. ആ ഗ്രാഫ് ഈ രീതിയിലാണ് പോകുന്നത്. ഈ രീതിയിൽ പോകുമ്പോഴത്തേക്കിന് നമുക്ക് അപ്വേഡ് പീക്കൊക്കെ വരുന്നത് എങ്ങനെയായിരിക്കും, എക്സോ തെർമിക് റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ ആ എക്സോ തെർമിക് റിയാക്ഷനകത്ത് വരുന്ന കുറച്ച് റിയാക്ഷൻസ് ഉണ്ട്. അതേസമയം ഡൗൺവേർഡ് പീക്കാണെങ്കിൽ എൻഡോ തെർമിക് ആയിരിക്കും വരുന്നത്. അതിൻ്റെ കുറച്ച് റിയാക്ഷൻസ് നമുക്കുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് അതിൻ്റെ വർക്കിങ്ങിലോട്ട് നമുക്ക് പോകാം. വർക്കിങ് ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ വർക്കിങ് പറഞ്ഞു കഴിഞ്ഞു. അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം. അതായത് ഫർണസ് ഓഫ് DTA ഹാസ് 2 ചേമ്പേഴ്സ് കണക്റ്റഡ് വിത്ത് ടെമ്പറേച്ചർ സെൻസേഴ്സ്. അതായത് ടെമ്പറേച്ചർ സെൻസേഴ്സ് എന്ന് പറയുന്നത് തെർമോമീറ്റർ 1 തെർമോമീറ്റർ 2. The sample is placed in one chamber and the reference material is like alumina is placed in other chamber. അല്ലേ? The furnace is heated by the electrical source. അതാണ് നമ്മുടെ പവർ സോഴ്സ് എന്ന് പറയുന്നത്. The difference in the temperature between sample and reference material എന്ന് പറയുന്നത് ഡെൽറ്റ ടി, TR minus TS is continuously measured as a function of the reference temperature. ഓക്കെ, അത് വെച്ചിട്ട് നമുക്ക് ഗ്രാഫും കിട്ടും. ആ ഗ്രാഫിൽ നിന്നാണ് ആ റിയാക്ഷൻ എൻഡോതെർമിക് പ്രോസസ്സാണോ എക്സോതെർമിക് പ്രോസസ്സാണോ എന്ന് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻ എപ്പോഴും നമുക്ക് എക്സാമിന് ആപ്ലിക്കേഷൻസ് ചോദിക്കുന്നതാണ്. TGയുടെയും DTയുടെയും ആപ്ലിക്കേഷൻ ചോദിക്കാം. അതുപോലെ തന്നെ TGയുടെയും DTയുടെയും ഡിഫറൻസ് ചോദിക്കാം. അതിപ്പോൾ നമ്മൾ ഈ തെർമോഗ്രാമൊക്കെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടുന്നതാണ്. ഇനി ആപ്ലിക്കേഷൻ്റെ അകത്ത് ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രേറ്റഡ് കാൽസ്യം ഓക്സലേറ്റ് ആണ് വരുന്നത്. അതേസമയം TGയുടെ ആണെങ്കിൽ ഇതുപോലെ തന്നെ ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രേറ്റഡ് കാൽസ്യം ഓക്സലേറ്റ് ആണ്. രണ്ടിൻ്റെയും ആദ്യത്തെ സ്റ്റെപ്പ് ഒരുപോലെയാണ്. അതായത് CaC2O4 ഗീവ്സ്, അതായത് നമ്മൾ സാമ്പിൾ ഫർണസ് വെച്ചിരിക്കുന്നു. ഫർണസിനകത്ത് നമ്മൾ സാമ്പിളും കൊടുത്തിട്ടുണ്ട്, റെഫറൻസും കൊടുത്തിട്ടുണ്ട്. അതേ കണക്ട് ചെയ്തുകൊണ്ട് തെർമോമീറ്റർ 1 തെർമോമീറ്റർ 2 കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സാമ്പിൾ റെഫറൻസ് എന്നുള്ളതിൻ്റെ ഗ്രാഫാണ് നമുക്ക് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഗ്രാഫാണ് ഇത്. ഓക്കെ, അപ്പോൾ ഈ സാമ്പിൾ എന്ന് പറയുന്നത് അതിൻ്റെ അത് നമ്മൾ 2 ഇത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സാമ്പിളും വെച്ചിട്ടുണ്ട്, റെഫറൻസും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കാൽസ്യം ഇതായിട്ട് വെച്ചിരിക്കുന്നു. സാമ്പിൾ എന്ന് പറയുന്ന കാൽസ്യം ഓക്സലേറ്റ് തന്നെയാണ്, CaC2O4 H2O, ഹൈഡ്രേറ്റഡ് കാൽസ്യം ഓക്സലേറ്റ്. അത് നമ്മൾ ഫർണസിൽ വെച്ച് കഴിയുമ്പോൾ എക്സ്റ്റേണൽ പവർ സോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്, ഫസ്റ്റ് ഇവാപ്രേഷൻ ആയിരിക്കും നടക്കുന്നത്, അല്ലേ? അതായത് ഡീഹൈഡ്രേഷൻ, ടെമ്പറേച്ചർ എന്തായി പോകുന്നതായിരിക്കും, ഇവാപ്രേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. ആ ഇവാപ്രേറ്റ് ചെയ്ത് പോകുന്നത് നമ്മൾ എൻഡോതെർമിക് പ്രോസസ്സ് ഇവിടെ പഠിച്ചതാണ്. എൻഡോതെർമിക് പ്രോസസ്സിനകത്ത് കിടക്കുന്നത് ഡീഹൈഡ്രേഷൻ വരുന്നുണ്ട്, വേപ്പറൈസേഷൻ വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇതെന്ന് പറയുന്നത് ഏതായിരിക്കും, വാട്ടർ വേപ്പറായി പോകുന്നത് നമുക്ക് എൻഡോതെർമിക് പ്രോസസ്സാണ്. അതായത് അതിൻ്റെ പീക്ക് എന്ന് പറയുന്നത് ഏതാണ്, ഡൗൺവേർഡ് പീക്കായിരിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 2CaC2O4 എന്ന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എക്സ്റ്റേണലായിട്ട് ഓക്സിജൻ സഫീഷ്യൻ്റ് ആയിട്ട് ഓക്സിജൻ ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലായിരുന്നോ? എക്സ്റ്റേണലായിട്ട് ഓക്സിജനെ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഓക്സിഡേഷനാണ് സംഭവിക്കുന്നത്. ഓക്സിഡേഷൻ സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കാൽസ്യം കാർബണേറ്റും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടുന്നു. ഇത് ഓക്സിഡേഷൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഏതായിരിക്കും ഓക്സിഡേഷനായിട്ട് കൊടുത്തിരിക്കുന്നത്, നോക്കിയേ, ഓക്സിഡേഷനായിട്ട് കൊടുത്തിരിക്കുന്നത് എക്സോതെർമിക് പ്രോസസ്സ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ എക്സോതെർമിക് പ്രോസസ്സിൻ്റെ പീക്ക് ഏതായിരിക്കും, അപ്വേർഡ് പീക്കായിരിക്കും വരുന്നത്, അല്ലേ? അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. എക്സോതെർമിക് പ്രോസസ്സിൻ്റെ പീക്ക് ഏതാണ്,
അപ്വേഡ് പീക്ക്. ഇനി അടുത്തത് കാൽസ്യം കാർബണേറ്റ്, അതായത് ഈ സാമ്പിൾ ഇതുപോലെ തന്നെ, അതായത് കാൽസ്യം ഹൈഡ്രേറ്റഡ് കാൽസ്യം ഓക്സലേറ്റ് നമ്മുടെ ഫർണസിലിരിക്കുന്നു, ടെമ്പറേച്ചർ കൊടുക്കുന്നു, അപ്പോഴത്തേനും അതിൻ്റെ അകത്ത് നിന്ന് ആദ്യം വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്തു പോകുന്നു, പിന്നെ അവിടെ ഉണ്ടാകുന്ന ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാൽസ്യം കാർബണേറ്റ് ഉണ്ടാകുന്നു, വീണ്ടും ആ സാമ്പിൾ ആ ഫർണസിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും അവിടെ കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാൽസ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ, അതായത് കാൽസ്യം കാർബണേറ്റ് രണ്ടായിട്ട് വിഘടിച്ച് പോവുകയാണ് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും കാൽസ്യം ഓക്സൈഡുമായിട്ട് രണ്ടായിട്ട് വിഘടിച്ച് പോകുന്നു. അപ്പോൾ അത് എന്ന് പറയുന്നത് ഡീകമ്പോസിഷനാണ്. ഡീകമ്പോസിഷൻ ഓൾവേസ് എപ്പോഴും എന്തായിരിക്കും? എൻഡോതെർമിക് പ്രോസസ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ഏത് രീതി പോവും? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻഡോതെർമിക് പ്രോസസ്സാണ് അല്ലേ. ഇവിടെ ഡെൽറ്റ ടി ആർ. അപ്പോൾ ഇത് നമുക്ക് ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റ് നമുക്ക് ഏതാണ്? എൻഡോതെർമിക് ഡൗൺവേഡ് പീക്ക്, പിന്നെ അപ്വേഡ് പീക്ക്, എക്സോ, പിന്നെ ഡൗൺവേഡ് പീക്ക് അല്ലേ. എൻഡോ, എക്സോ, എൻഡോ, ഡൗൺവേഡ്, അപ്വേഡ്, ഡൗൺവേഡ്. ഇനി നമ്മൾ ഈ റിയാക്ഷൻ കാണാതെ പഠിക്കണം. ഈ റിയാക്ഷൻസ് ഇവിടെ അങ്ങോട്ട് എഴുതി കൊടുത്താൽ മതി, ഫുൾ മാർക്കും കിട്ടും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.